ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ കറിയാണ്. കുട്ടികൾക്ക് സ്കൂളിലെല്ലാം ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. എരിവൊക്കെ കുറച്ച് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 പൊട്ടറ്റോസ് ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞ് സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ കനം കുറച്ച് വേണം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്യുന്നു. 5 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 2-3 സെക്കൻഡോളം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ബ്രൗൺ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പരിവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് വളരെ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. എരിവ് കുറവാണിതിന്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. വേഗം കുക്ക് ചെയ്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഉപ്പ് ആവശ്യാനുസരണം വേണമെങ്കിൽ ആഡ് ചെയ്യുക അവസാനം. ഇതുപോലെ മൂടി വെക്കുക. പിന്നെ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യാതെയാണ് വേവിച്ചെടുക്കുന്നത് പൊട്ടറ്റോസ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏകദേശം ഒരു 15 മിനിറ്റത്തെ കുക്കിങ്ങേ ആവശ്യമുള്ളൂ ഇതിന്. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാവും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡിഷാണിത്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ പൊട്ടറ്റോസ് അരിയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കിയാൽ ചോറൊക്കെ ഫുള്ള് കഴിച്ചിട്ട് അവർ വീട്ടിൽ വരും ഉറപ്പായിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.